നമസ്കാരം. കേരളത്തിൽ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. മൃതദേഹത്തെ പോലീസ് പിടിച്ചെടുക്കുന്നു, ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്നു. എന്നിട്ട് മൃതദേഹത്തെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് ഓടുന്നു. ഇത് നമ്മുടെ കേരളം സാക്ഷിയായ ഒരു ദൃശ്യമാണ്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ആദരവ് അർഹിക്കുന്നു മരിച്ചുപോയവർ എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. അത്തരം ആദരം നൽകുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന അന്തസ്സിനുള്ള അവകാശം മരിച്ചവർക്ക് കൂടി ബാധകമാണെന്ന് സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും വിധിന്യായങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മളത് ഓർമ്മിക്കേണ്ടത്, ഈ പോലീസും ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എറണാകുളം നേര്യമംഗലത്തെ ഇന്ദിരയോട് കേരള പോലീസ് കാണിച്ചത് എല്ലാ മാനുഷിക നിയമങ്ങളെയും തൃണവൽഗണിക്കുന്ന അവകാശ ലംഘനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ദിരയുടെ മൃതദേഹം വെച്ച മൊബൈൽ ഫ്രീസർ സമരക്കാരിൽ നിന്നും പിടിച്ചെടുത്ത പോലീസ് അത് റോഡിലൂടെ വലിച്ചിഴച്ചാണ് ആംബുലൻസിലേക്ക് കയറ്റിയത്. എന്നിട്ട് ആംബുലൻസിന്റെ വാതിൽ പോലും അടയ്ക്കാതെയാണ് അത് കൊണ്ട് ചീറിപ്പാഞ്ഞ് പോലീസ് പോയത്. ചൊവ്വാഴ്ച ഇത് നമ്മളിത് കണ്ടതാണ്. ഇന്ദിരയുടെ മൃതദേഹമടങ്ങിയ ഫ്രീസർ റോഡിലൂടെ വലിച്ചു നീക്കി ആംബുലൻസ് ലക്ഷ്യമായുന്ന ചിത്രം ഹൃദയഭേദകമായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാനില്ല. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. അതേസമയം മൃതദേഹം എടുത്ത് തെരുവിലിറങ്ങുന്ന സമരരീതിയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സത്യത്തിൽ അതും ഒരു അംഗീകരിക്കാൻ കഴിയാത്ത, എവിടെയും മരിച്ച വ്യക്തി അപമാനിക്കപ്പെടുകയാണ്. മരിച്ചവരോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഉയർത്തുന്ന ഒരു ചോദ്യം അധികാരിയുടെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനോ അത്തരം ഒരു സമരനീതി അവലംബിക്കുമ്പോൾ മരിച്ച വ്യക്തിയെ തന്നെയാണ് വീണ്ടും അപമാനിക്കുന്നത് എന്ന് തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് തന്നെയാണ്. എന്തായാലും എംപിയും MLA-മാരുടെയും നേതൃത്വത്തിൽ UDF പ്രവർത്തകർ പോലീസിന്റെ എതിർപ്പ് ലംഘിച്ച് മോർച്ചറിയിൽ നിന്നും ഇന്ദിരയുടെ മൃതദേഹം എടുത്ത് തെരുവിൽ സമരത്തിന് ഇറങ്ങുകയായിരുന്നു എന്ന വിവരം കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നാണ്. പക്ഷേ മരിച്ചുപോയവരുടെ വ്യക്തിയുടെ അഭിമാന വികാരങ്ങൾ ആളിക്കത്തുകയില്ല. അത് ജനപ്രതിനിധികളുടെ കർത്തവ്യം എന്നതുകൂടി ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പോലീസിനെ കുറ്റം പറയുമ്പോഴും നമ്മൾ ആ ഒരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും അവർ അങ്ങനെ ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ ഒരു ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാട്ടാനാക്രമത്തിൽ മനുഷ്യജീവൻ പൊലിയുന്നതിലെ രോഷം പ്രകടിപ്പിക്കാനാണ് തിങ്കളാഴ്ച ജനം കോതമംഗലത്ത് സമരത്തിന് ഇറങ്ങിയത്. അത് തികച്ചും ന്യായം തന്നെയാണ്. ഇന്ദിരയുടെ മൃതദേഹം നട റോഡിൽ കിടത്തിയായിരുന്നു ദേശീയപാത ഉപരോധം. ഉരുക്കുമുഷ്ടി കൊണ്ടാണ് പോലീസ് സമരത്തെ നേരിട്ടത്. സമരപ്പന്തൽ പൊളിച്ച് മൃതദേഹം വലിച്ചെടുത്താണ് ആംബുലൻസിൽ കൊണ്ടുപോയത്. മരിച്ചവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. മാന്യവും സമയം തെറ്റാതെയുമുള്ള സംസ്കാരം, അതുപോലെ മരിച്ചവർക്ക് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട്, മൃതദേഹത്തോട് വിവേചനമരുത്, ശാരീരിക ചൂഷണത്തിൽ നിന്നും സംരക്ഷണം, മാനഹാനിയിൽ നിന്നും സംരക്ഷണം, വിൽപ്പത്രം മാനിക്കപ്പെടുകയും നടപ്പിലാക്കുകയും വേണം, കൊലപാതകമെങ്കിൽ നീതിക്കുള്ള അവകാശം എന്നിവയൊക്കെയാണ് അവ. ഈ തത്വങ്ങളിൽ ചിലതിൻ്റെയെങ്കിലും ലംഘനം കോതമംഗലത്ത് പോലീസും സമരക്കാരും സമരത്തിന് നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികളും നടത്തി എന്നത് നമുക്ക് നിസ്തർക്കമായ ഒരു കാര്യം തന്നെയാണ്. അധികാരിയുടെ മുന്നിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ധർമ്മഹീനമായ സമരമുറകൾ ഉപകാരപ്പെടൂ എന്നത് നമ്മളൊന്ന് ഓർമ്മിക്കുക. മരിച്ചുപോയവരെ അപമാനിക്കാതിരിക്കാനുള്ള നീതിബോധവും സാമാന്യ ബുദ്ധിയും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഇത്തരത്തിൽ ഈ മൃതദേഹം വച്ചിട്ട് സമരം നടത്താൻ കേരളത്തിലെ ജനതയെ പഠിപ്പിച്ചതാരാണ്? ജനങ്ങളെ അത്തരത്തിലൊരു സമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാരാണ്? അത് CPM തന്നെയാണ്. ഇപ്പോൾ ഭരണകൂടം നയിക്കുന്ന CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സമരമാർഗം ഇപ്പോൾ CPM-ന് തടസ്സമാകുന്നതും CPM-ന് അപകടകരമായി മാറുന്നതും മറുപടി പറയാൻ കഴിയാത്തതിൽ CPM പ്രതിരോധത്തിലാക്കുന്നതും അവർ തന്നെ കൊണ്ടുവന്ന ചില സമരമുറകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പോലീസിനെ കൊണ്ട് ഇത്തരത്തിൽ ഒരു പിടിച്ചെടുത്ത് മൃതദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത്ര വലിയ ഹീനമായ പ്രവൃത്തിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തിരിക്കുന്നത്.